Next question. In a carbon monoxide molecule, the carbon and oxygen atoms are separated by a distance 1.12 into 10 to the power minus 10 meters. The distance of the center of mass from the carbon atom. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾ ഉണ്ട്, അത് ഇറ്റ് ഹാസ് കാർബൺ ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഓക്സിജനും ഉണ്ട്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. നമ്മൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതാം. 1.12 ഇൻറ്റു വളരെ കുഞ്ഞ് ഡിസ്റ്റൻസ് അല്ലേ, 1.12 ഇൻറ്റു 10 to the power minus 10 മീറ്റേഴ്സ്. ഇത്രയും മീറ്റേഴ്സാണ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണ്? അപ്പോൾ നമുക്കറിയാം കാർബണിൻ്റെ എത്രയാണ്, നമുക്ക് കാർബണിൻ്റെ വെയിറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് 12 ആണ്. ഓക്സിജൻ ഈസ് 60. സോ വി ക്യാൻ കൺസിഡർ M1 ഈസ് ഈക്വൽ ടു 12, M2 ഓഫ് ഓക്സിജൻ ഈസ് ആസ് 16. പിന്നെ നമ്മൾ ജസ്റ്റ് കൺസിഡർ ദിസ് ആസ് ഒറിജിൻ. ഇത് ഒറിജിൻ ആണെന്ന് കൺസിഡർ ചെയ്യുക, ഇത് 0 ആണെന്ന് കൺസിഡർ ചെയ്യുക. വാട്ട് ഈസ് അവർ സെൻറ്റർ ഓഫ് മാസ് ഇക്വേഷൻ? സെൻറ്റർ ഓഫ് മാസ്, x center of mass is equal to m1 x1 plus m2 x2 by m1 plus m2. So what is our m1 is 12, m2 is 16. x1 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നെ എടുക്കാം. x1 ഇത് നമ്മുടെ ആക്സിസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇത് എ ആക്സിസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ കാർബൺ ആറ്റത്തിൽ നിന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്ത്? ദ ഡിസ്റ്റൻസ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഫ്രം കാർബൺ ആറ്റം എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഫ്രം കാർബൺ ആറ്റം നമുക്ക് നോക്കാം. അപ്പോൾ കാർബൺ ആറ്റം നമുക്ക് 0 ആയിട്ട് എടുക്കാം. സോ x1 is equal to 0. അങ്ങനെയാണെങ്കിൽ x2 എത്ര ആയിരിക്കും? ഇവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഇതുവരെ? ദാറ്റ് ഈസ് ഗിവൺ ആസ് 1.12 ഇൻറ്റു 10 to the power minus 10 meters. ഇതിലെല്ലാത്തിലും നമ്മൾ എവിടെയെങ്കിലും ഒരു 0 ആക്സിസ് കണ്ടുപിടിക്കണം. സോ ഹിയർ വി ആർ ടേക്കിംഗ് ഇറ്റ് 0 ആക്സിസ്. അപ്പോൾ x1 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. വാട്ട് ഈസ് m1 ഈസ് 12, ദാറ്റ് ഓഫ് കാർബൺ ആറ്റം. x1 നമുക്കറിയാം അത് 0 ആണ്, കാരണം അവിടെ ഇല്ല, അവിടെ തന്നെയാണ് നമ്മൾ ആക്സിസ് കൺസിഡർ ചെയ്യുന്നത്. m2 ഈസ് 16. ഓക്കെ, കാരണം മുകളിലും താഴെയും ആ സെയിം യൂണിറ്റ് വരുന്നതുകൊണ്ട് ആ യൂണിറ്റ് അങ്ങ് പോകും മാസിൻ്റെ. സോ യു ക്യാൻ കൺസിഡർ ഇറ്റ് 16. x2 എത്രയാണ്? 1.12 ഇൻറ്റു 10 to the power minus 10. ഓക്കെ, ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. സോ എന്ത് വരും? ഇത് 0 ആയിട്ട് പോകത്തില്ലേ? 16 ഇൻറ്റു 1.12 ഇൻറ്റു 10 to the power minus 10 ഡിവൈഡഡ് ബൈ 16ഉം 12ഉം എത്ര? 28. സോ വെട്ടി നോക്കാം നമുക്ക് എത്ര വരും. ഇറ്റ് ഈസ് 14, ദിസ് ഈസ് 8, അഗെയിൻ 4, ദിസ് ഈസ് 7. അപ്പോൾ 1.12 ഇൻറ്റു 4 എല്ലാം പോയിന്റിലാണ് തന്നേക്കുന്നത്. സോ വി കാൺ ഡു എനിത്തിങ്. അപ്പോൾ 24, 8, 4, 4.48. അപ്പോൾ 448 ഡിവൈഡഡ് ബൈ 7 നോക്കുക, 42, അപ്പോൾ 64 അല്ലേ, 74, 28. സോ 6.4 കിട്ടി നമുക്ക്. ദിസ് ആൻസർ ഈസ് 4.48 ആയിരുന്നു. അപ്പോൾ എത്ര വരും? 0.64 അല്ലേ? ഹിയർ വി വിൽ ഗെറ്റ് 0.64 അല്ലേ, 2 സ്ഥാനം മാറ്റി കൊടുക്കും. 0.64 ഇൻറ്റു ഈ 10 to the power minus 10 അങ്ങനെ തന്നെ എഴുതുക. ഇത്രയും എന്താണ് നമുക്ക് കിട്ടിയത്? സെൻറ്റർ ഓഫ് മാസ് ഇത്രയും മീറ്റേഴ്സ്. ഈ തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് മീറ്ററിലായതുകൊണ്ട് ദിസ് വൺ ഈസ് ഓൾസോ മീറ്റേഴ്സ്. സോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ ഇതിന് പകരം കാർബണിന് പകരം വേറെ എന്ത് ആറ്റം ആകാം. സോ ഇൻ ദാറ്റ് വേ യു ഹാവ് ടു കൺസിഡർ. കാർബണിൻ്റെ എഴുതുക 12, ഓക്സിജൻ്റെ 16 എഴുതുക. ദാറ്റ് ഈസ് എ മാസ്. എന്നിട്ട് നമ്മുടെ ഡിസ്റ്റൻസ് എവിടെ നിന്നാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് 0 ആയിട്ട് എടുക്കുക. എന്നിട്ട് മറ്റത് ഇക്വേഷൻ ഈസ് സെയിം. m1 x1 പ്ലസ് m2 x2 ഇസ് ഈക്വൽ ടു m1 സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. സോ m1 m2 എന്ന് പറയുന്നത് ഓക്സിജൻ്റെ, m1 ഈസ് ഫോർ കാർബൺ, x1 ഇവിടെ 0 ആയിട്ട് വരും, ബാക്കി തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് x2 ആയിട്ടും വരും. ദെൻ യു ഹാവ് ടു ഡു ദ കാൽക്കുലേഷൻ. ദാറ്റ്സ് ഓൾ. ഓക്കെ. Next question. The moment of inertia of a sphere about diameter is 2/5 mr square. It is already given. Where m is a mass and r is a radius. Then the moment of inertia of the sphere about tangent to the sphere. അപ്പോൾ ഓൾറെഡി ഒരു സ്ഫിയറിൻ്റെ സെൻറ്ററിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? moment of inertia about diameter.
ഓഫ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൺ ആസ് 2/5 mr². ഇറ്റ് ഈസ് ഗിവൺ. പിന്നെ എന്താ ചോദിച്ചേക്കുന്നത്? ഒരു സ്ഫിയർ ഉണ്ട്, സ്ഫിയറിൻ്റെ സെൻറ്ററിൽ കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് തന്നിട്ടുണ്ട്, എ ആക്സിസിലൂടെ തന്നിട്ടുണ്ട്. ഇനി ചോദിച്ചേക്കുന്നത് എന്താ? ഫൈൻഡ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ടാൻജൻറ്റ് ടു ദ സ്ഫിയർ. ഈ സ്ഫിയറിന് ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഒരു ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, അതായത് BB ആണ് കണ്ടുപിടിക്കുക. ഇത് നമുക്കറിയാമെങ്കിൽ ഇതെങ്ങനെയാണ്? പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് ഇതറിയാമെങ്കിൽ, ഈ ഡിസ്റ്റൻസ് നമുക്കറിയാമെങ്കിൽ, ഇതെന്താണ് അതിൻ്റെ ഒരു സ്ഫിയറിൻ്റെ റേഡിയസ് അല്ലേ അത്? ഇഫ് യു നോ ഈ ഒരു നമുക്ക് കണ്ടുപിടിക്കേണ്ടതിന് പാരലലായിട്ടുള്ള ഒരു ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അറിയാമെങ്കിൽ, അതിന് പാരലലായിട്ട് വേറൊരെണ്ണം ഉണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി വാട്ട് ഈസ് IBB എന്ന് പറയുന്നത് IAA പ്ലസ് മാസ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ഇവിടെ 6 ആണ്, അതിൻ്റെ സ്ക്വയർ, അത്രയേ ഉള്ളൂ. സോ ഹിയർ വി നോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ടാൻജൻറ്റ് അല്ലേ? ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു 2/5 mr². അതായത് നിലവിൽ സെൻറ്ററിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് എന്താണ് വേണ്ടത്? ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ആണ്, അത്രയുമേ ഉള്ളൂ. യു ഹാവ് ടു ജസ്റ്റ് ആഡ് ദ റേഡിയസ്, ആ ഡിസ്റ്റൻസ്, ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊണ്ട് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തിനാ? അതിൻ്റെ മാസിന്. അപ്പം നമുക്കിത് ചെയ്യാമല്ലോ. 2/5 mr². ഇത് 1 ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 5/5 mr² എന്ന് എഴുതാമല്ലോ. ജസ്റ്റ് LCM കണ്ട് ആഡ് ചെയ്താലും മതി. സിമ്പിൾ. ഇറ്റ് ഈസ് 7/5 mr². ഇത് 5/5 എഴുതി എന്താണെന്നറിയാമല്ലോ. ദാറ്റ് മീൻസ് ദർ ഈസ് 1. അപ്പോൾ ഈ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ എഴുതിയതേ ഉള്ളൂ. ആൻസർ ഈസ് 7/5 mr². ഓക്കെ, സോ ഇറ്റ് ഈസ് ദ 7/5. ഓപ്ഷൻ D ഈസ് ദ റൈറ്റ് ആൻസർ, 7/5 mr². നോർമൽ കേസിൽ ഇങ്ങനെ 2/5 ഒന്നും തരാറില്ല, ബട്ട് ഹിയർ ദേ ഹാവ് ഓൾറെഡി ഗിവൺ ഇറ്റ് എസ് 2/5. ഒരു സ്ഫിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ സെൻറ്റർ. സ്ഫിയർ ആയതുകൊണ്ട് അതിൻ്റെ അബൌട്ട് ഡയമീറ്റർ ആയാലും അബൌട്ട് സെൻറ്റർ ആയാലും എവറിത്തിങ് ഇറ്റ് ഈസ് സെയിം 2/5 mr². അതിൻ്റെ ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഒരു ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് ചോദിച്ചേക്കുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഇതുകൊണ്ട് നമ്മൾ ഈ മാസിനെയും ഈ ഡിസ്റ്റൻസ് സ്ക്വയറിനെയും ആഡ് ചെയ്താൽ മതി. ദെൻ വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, next question. A particle of unit mass undergoes one-dimensional motion such that its velocity varies according to velocity ഒരു ഫംഗ്ഷനാണ് തന്നേക്കുന്നത്. വെലോസിറ്റി വേരീസ് ലൈക്ക് Vx is equal to b into x raised to -2n എന്നുള്ളൊരു ഫംഗ്ഷൻ്റെ രീതിയിലാണ് വെലോസിറ്റി വേരി ചെയ്യുന്നത്. വെയർ b and n are constants and x is the position of the particle. x ആണ് പൊസിഷൻ, x is a position. ഈ bയും n ഒക്കെ കോൺസ്റ്റൻസ് ആണ്. The acceleration of the particle as a function of x is given by acceleration of the particle as a function of x എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് Vx, it is what is given, Vx is given as b into x to the power -2n. അത് തന്നിട്ടുണ്ട്. ഇത് നമ്മളോട് പറഞ്ഞേക്കുന്നത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? dv/dt ആണ് നമുക്ക് ആക്ച്വലി ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇതിനെ നമ്മൾ എക്സിൻ്റെ ഒരു ഫംഗ്ഷനാക്കി നമുക്ക് കണ്ടുപിടിക്കണം, അതാണ് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ആക്സിലറേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ dv/dt നമുക്ക് എങ്ങനെ എഴുതാം? dv/dx ഇൻറ്റു dx/dt എന്ന് എഴുതാമല്ലോ. എഴുതിക്കൂടെ? ഇവിടെ ഞാൻ ഒരു dx അടിയിൽ കൊടുത്തു, അതേപോലെ തന്നെ dx കൊണ്ട് മുകളിലും മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവിഷൻ ചെയ്യുമ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോയാൽ ഇറ്റ് ഈസ് dv/dt. കാരണം നമുക്ക് എക്സിൻ്റെ രീതിയിലാണ് ഇതിൻ്റെ വെലോസിറ്റിയുടെ ഫംഗ്ഷൻ തന്നേക്കുന്നത്. അപ്പം നമുക്ക് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ dv/dt ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു dv/dx. ഇനി നോക്ക്, dx/dt എന്ന് വെച്ചാൽ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ദാറ്റ് ഈസ് വെലോസിറ്റി. സോ ഇൻറ്റു വെലോസിറ്റി. സോ നമുക്ക് ആക്സിലറേഷൻ എങ്ങനെ എഴുതാം? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു dv/dx ഇൻറ്റു വെലോസിറ്റി. ഇറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി എത്ര തന്നേക്കുന്നത്? b ഇൻറ്റു എക്സ് ടു ദ പവർ -2n ഇൻറ്റു dv/dx. അതെത്രയാ? b ഇൻറ്റു എക്സ് ടു ദ പവർ -2n d/dx ഓഫ് എത്രയാ? dv/dx അല്ലേ? v എത്രയാ? b ഇൻറ്റു എക്സ് ടു ദ പവർ -2n.
മനസ്സിലായില്ലേ? അതായത് ഡി വി ബൈ ഡി ടി ആണ് നമ്മുടെ ആക്സലറേഷൻ. ആ ആക്സലറേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡി എക്സ് കൊണ്ട് ഡിവൈഡും ചെയ്തു, ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്തു. അപ്പോൾ നമുക്ക് ഡി വി ബൈ ഡി എക്സ് കിട്ടി, ഡി എക്സ് ബൈ ഡി ടി കിട്ടി. ഈ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റി നമ്മൾ ആദ്യം എഴുതി, വെലോസിറ്റി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വെലോസിറ്റി. ആ സെയിം സാധനം അകത്ത്. ഇനി അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ബി എക്സ് ടു ദ പവർ -2n എന്നുള്ള അങ്ങനെ തന്നെ എഴുതി. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ബി കോൺസ്റ്റൻ്റ് ആണ്, ബി പുറത്ത് വരും. എക്സ് ടു ദ പവർ -2n + 1 അല്ലേ, ഇൻറ്റു എന്ത് വരും? ബി പുറത്ത് വന്നു, -2n കൂടെ വരില്ലേ? അതായത് എന്തെങ്കിലും എക്സ് റേസ് ടു 2 എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x വരില്ലേ? സോറി, 2x - 1 ആണ്. 2n - 1 -2n. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായി? സിമ്പിൾ ഡിഫറൻസിയേഷൻ. സോ ഇനി ഇതിനെല്ലാം കൂടെ ഒന്നും കമ്പൈൻ ചെയ്ത് എഴുതിയാൽ മതി. -2n ആദ്യം എഴുതാം അല്ലേ? ഇറ്റ് ഈസ് -2n, അത് ആദ്യം എഴുതി. പിന്നെ ബി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. ബി സ്ക്വയർ എക്സ് ടു ദ പവർ എത്ര എണ്ണം ഉണ്ട്? -2n -2n - 1. സോ -4n - 1. So this is the answer. -2n -4n -2n പിന്നെ ഒരു ബി സ്ക്വയർ, then again x raised to -4n - 1. So option A is the right answer. So ഇങ്ങനെയുള്ളത് വരാൻ ചാൻസ് ഉണ്ട്. ഡി എക്സിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ആക്സിലേഷൻ അങ്ങനെ ഡയറക്റ്റ്ലി കാണാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ആസ് ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ആ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ വെലോസിറ്റി. സോ വെലോസിറ്റി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്, അതിനെ അങ്ങോട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മാത്രമേ. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഓർക്കുക, ഈ കോൺസ്റ്റൻറ്റ് ആദ്യം പുറത്ത് വരും, പിന്നെ ബാക്കി എക്സ് റേസ് ടു -2n എന്നുള്ളത് എക്സ് റേസ് ടു -2n - 1, പിന്നെ ആ 2n പുറത്ത് -2n പുറത്തും വരും. സോ യു വിൽ ഗെറ്റ് -2n. ഈ ബിയും ആ ബിയും കൂടെ ചേരുമ്പോൾ ബി സ്ക്വയറായി. പിന്നെ ഇത് രണ്ടും കൂടെ റേസ് ടു ആയിട്ടുള്ള സാധനങ്ങൾ, മുകളിലേക്കുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്യുമല്ലേ ചെയ്യുന്നത്, എക്സിൻ്റെ പവറെല്ലാം. ആ പവറെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ -2n -2n - 1 വരുമ്പോൾ -4n - 1. സോ ദാറ്റ് ഈസ് ദ ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഈസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ബട്ട് സ്റ്റിൽ ഐ തോട്ട് ഐ വിൽ ഡു ദ ക്വസ്റ്റ്യൻ. എ ബോഡി ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് 10 m/s. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 10 m/s ആണ്. ബോഡി, ഒരു കല്ലോ ഒരു ബോളോ എന്തെങ്കിലും മുകളിലേക്ക് എറിയുവാണ്. ഹൗ ഹൈ വിൽ ദ ബോഡി റൈസ്? എന്തുമാത്രം ഉയരത്തിൽ ആ ബോൾ മുകളിലേക്ക് പോകും? ജി ഈസ് ഗിവൺ ആസ് 10 m/s. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇനിഷ്യൽ വെലോസിറ്റി u, ഇറ്റ് ഈസ് ഗിവൺ ആസ് 10 m/s. ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? ഒരു ബോൾ താഴെ നിന്ന് മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ചെന്ന് നിൽക്കും. ദെൻ ദ ഫൈനൽ വെലോസിറ്റി എന്താണ്? ഇറ്റ് ഈസ് 0. ദെൻ ജി ഈസ് ഗിവൺ ആസ് 10 m/s സ്ക്വയർ ഉണ്ടേ. സോ സിമ്പിൾ. അവർ ഇക്വേഷൻ ഈസ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് വാട്ട്? സോ അതുവരെ എത്ര ദൂരം, ഹൗ ഹൈ, എന്തുമാത്രം ഉയരത്തിൽ ആ ബോഡി പോയി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം നമുക്ക് തന്നിട്ടില്ല. സോ വി ക്യാൻ യൂസ് ദിസ് ഫോർമുല. എന്ത്? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു എസ്. വി സ്ക്വയർ എത്ര? ഹിയർ ഇറ്റ് ഈസ് 0 മൈനസ് 10 സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു വാട്ട് ഈസ് എ ഹിയർ? എ 9.81 അല്ലെങ്കിൽ 10 ആണ്. 10 ഈസ് ഗിവൺ. സോ മുകളിലേക്ക് പോകുന്നതോറും ആക്സലറേഷൻ അതിൻ്റെ കുറഞ്ഞ് വരുന്നത് കൊണ്ടാണ് എന്ത്? വി ആർ ടേക്കിംഗ് ഇറ്റ് എസ് മൈനസ് വരുന്നത്, അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഡീസലറേഷൻ. സോ ഇറ്റ്സ് ഓക്കെ. വി ആർ ടേക്കിംഗ് 10. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എസ്. എസ് ഈസ് ഈക്വൽ ടു 100. 10 സ്ക്വയർ ഈസ് 100 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10. ഈ താഴേക്ക് മാറ്റി. സോ 0 0 വെട്ടി. സോ ആൻസർ ഈസ് 5. സോ എസ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഈസ് 5 meters അല്ലേ? 5 meters മുകളിൽ വരെ ഇത് പോയി കഴിഞ്ഞിട്ട് അത് നേരെ താഴേക്ക് വരും. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. 2 ഇക്വേഷൻ ഉണ്ട് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഐദർ യു ക്യാൻ യൂസ് ദിസ് വൺ ഓർ നമ്മുടെ ut + ½ at² ഇക്വേഷൻ, ഏതെങ്കിലും വെച്ച് നമുക്കിത് കണ്ടുപിടിക്കാം. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റിയെന്ന് മനസ്സിലായി തോന്നുന്നു. You can comment us, like the video, share to others. Okay, bye.